അറബിക്കടലിൽ തീപിടിച്ച കപ്പലിലെ അത്യന്തം അപകടകരമായ വസ്തുക്കളുടെ ലിസ്റ്റ് KSTMA പുറത്തുവിട്ടിട്ടുണ്ട്. 157 ഇനം അപകടകരമായ വസ്തുക്കളാണ് കപ്പലിലുള്ളത്. 208 മെട്രിക് ടൺ ട്രൈക്ലോറോബെൻസിൻ അടക്കം കപ്പലിലുണ്ട്. ട്രൈക്ലോറോബെൻസിൻ സമുദ്ര മലിനീകരണത്തിന് കാരണമാകാവുന്ന അത്യന്തം അപകടകരമായ ഒരു രാസപദാർത്ഥമാണ്. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ കടലിൽ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമാകാവുന്ന തരത്തിൽ ഇതിൻ്റെ കറുത്ത പുകയുയരുമ്പോൾ അത് വിഷപ്പുകയാകാനുള്ള സാഹചര്യം, ഇങ്ങനെ ആകെ മൊത്തം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഏതൊരു വസ്തു എടുത്ത് നോക്കിയാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തൊക്കെ കൂടുതലായി ഉണ്ട് വിവരങ്ങൾ? വീണ, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പക്ഷേ നമ്മുടെ കടലും ആകാശവും എല്ലാം ഒരേപോലെ മലിനീകരിക്കാൻ കഴിയുന്ന അത്രയധികം മാരകമായിട്ടുള്ള, അതിമാരകമെന്ന് തന്നെ പറയാവുന്ന രാസവസ്തുക്കൾ പലതും ഈ താപനിലയിൽ, അന്തരീക്ഷ താപനിലയോട് ചേരുമ്പോൾ വാതകങ്ങളായി മാറുന്ന, ഫ്ലെയിമബിൾ ഒരു ഗ്യാസുകളായി മാറുന്ന, അതായത് ആകാശത്തിന് തീ പിടിക്കാവുന്ന, വായുവിൽ തന്നെ തീ പിടിക്കാവുന്ന രീതിയിലുള്ള അത്രയധികം വളരെ അപകടകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങളാണ് കപ്പലിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി KSTMA പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റിലുള്ളത്. 157 ഇനം രാസപദാർത്ഥങ്ങളുണ്ട്. 157 ഇനം പ്രത്യേകതരം വസ്തുക്കൾ അതിലുണ്ട് എന്നുള്ളതാണ് KSTMA പറയുന്നത്. പല കണ്ടെയ്നറുകളിലായി സൂക്ഷിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകളിലുള്ള സുരക്ഷാ മാർഗങ്ങൾ പ്രകാരം സൂക്ഷിക്കേണ്ടവ, ചിലത് പാക്കിങ്ങുകളുടെ ക്ലാസിഫിക്കേഷനുകളുണ്ട്, അവയുടെ അപകടകരമായ ശേഷിയുടെ ക്ലാസിഫിക്കേഷനുകളുണ്ട്. അതിനനുസരിച്ചുള്ള ഒട്ടനവധി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രൈക്ലോറോ ബെൻസീൻ എന്ന് പറയുന്ന ഈ ട്രാൻസ്ഷിപ്മെൻറ്റുകളുടെ കാര്യത്തിൽ MP എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മറൈൻ പൊല്യൂട്ടൻ്റ്, കടലിനെ മലിനീകരിക്കാവുന്ന ശേഷിയുള്ള രാസവസ്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ക്ലാസ് 9 ഉൾപ്പെടുന്ന അത്യന്തം അപകടകരമായ ഒരു രാസവസ്തുവാണ് ട്രൈക്ലോറോ ബെൻസീൻ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 208 മെട്രിക് ടൺ ഓളം ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ് KSTMA പുറത്തുവിട്ട ഈ ഒരു വലിയ പട്ടിക ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിനേക്കാളും അപകടകരമായ രാസവസ്തുക്കളും ആ കൂട്ടത്തിലുണ്ട്. പാക്കിങ്ങുകളുടെയൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഏറ്റവും അപകടകരമായ രാസവസ്തുക്കൾ പാക്കിംഗ് നമ്പർ 1 എന്നുള്ളതാണ് അവർ രേഖപ്പെടുത്തുന്നത്. 1, 2, 3 3 തരം പാക്കിങ്ങുകളാണ് ഉണ്ടാവുക. അതിൽ ഒന്നാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ സൂക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി രാസവസ്തുക്കൾ ഈ പറയുന്ന കപ്പലിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണവുമായി പോവുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ട്രൈക്ലോറോ ബെൻസീൻ പോലെയുള്ള രാസവസ്തുക്കൾ അന്തരീക്ഷ താപനിലയിൽ, അതായത് ഏതാണ്ട് 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തുമ്പോൾ തന്നെ തീ പിടിക്കാവുന്ന അതീവ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആയിട്ടുള്ള റെസിൻ സൊല്യൂഷനുകൾ ഈ പറയുന്ന കപ്പലിലുണ്ട്. അത് UN നമ്പർ 1866 എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധി കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ KSTMA അറിയിക്കുന്നത്. ഇതിൽ പലതും അന്തരീക്ഷ താപനിലയുടെയോ അല്ലെങ്കിൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂട് വരുന്ന സമയത്ത് തന്നെ അത്തരമൊരു താപനിലയിൽ തന്നെ ഗ്യാസായി മാറാനും അതൊരു വാതകമായി മാറാനും, ആ വാതകം തീ പിടിക്കാൻ ശേഷിയുള്ള വാതകമായി മാറാനും കഴിയുന്ന രാസവസ്തുവാണ്. അതോടൊപ്പം തന്നെ ബെൻസോഫിനോൺ, അതോടെ നൈട്രോസെല്ലുലോസ് വിത്ത് ആൽക്കഹോൾ, പോളിമെറിക് ബീഡ്സ് എന്ന് പറയുമ്പോൾ തീ പിടിക്കാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളുടെയൊക്കെ ഒരു, നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മാണത്തിലേക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളൊക്കെയാണ് അത്തരം ഗണത്തിൽ പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള അതീവ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ മലിനീകരണ തോതിൻ്റെയൊക്കെ ഒരു അളവ് വിലയിരുത്തുമ്പോൾ ക്ലാസിഫിക്കേഷൻ 9 ഉൾപ്പെടുന്ന സിങ്ക് ഓക്സൈഡ് പോലെയുള്ള വസ്തുക്കൾ അത്യന്തം അപകടകരമായ കടൽ നശീകാരിയുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതിൻ്റെയൊക്കെ ഏതാണ്ട് 20,340 കിലോയൊക്കെയാണ് ഓരോ കണ്ടെയ്നറിലും ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരവധി കണ്ടെയ്നറുകളായി ഇത്തരം രാസവസ്തുക്കൾ ഈ ഷിപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മെഥൈക്രൈലേറ്റ്, മൊണോബർ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച ട്രൈക്ലോറോ ബെൻസീനുകൾ നിരവധി കണ്ടെയ്നറുകളായിട്ടാണ് ഈ ഷിപ്പിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ 157 ഇനം രാസവസ്തുക്കൾ ഉള്ളതും അതോടൊപ്പം തന്നെ ഒരു ഫീഡർ കപ്പലായിരുന്നു ഇത് എന്നുള്ളതും ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ അപകടത്തിൻ്റെ ഒരു തോത്, നമ്മൾ ഇപ്പോൾ കാണുന്നതിൻ്റെ ഒരു തോത്, ഒരു വലിയ മദർഷിപ്പ് വല്ലതുമായിരുന്നു ഈ രീതിയിൽ അപകടത്തിൽപ്പെടുകയും ഇത്രയധികം രാസവസ്തുക്കളുമായി എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കടൽ നശീകരണത്തിൻ്റെയും ഒക്കെ ഒരു തോത് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. പക്ഷേ അത് ഒരു ഫീഡർ കപ്പലായതിനാൽ തന്നെ ഈ കണ്ടെയ്നറുകളുടെയും അതിൽ ശേഖരിച്ചിരിക്കുന്ന രാസവസ്തുക്കളുടെ എണ്ണവും മദർഷിപ്പുകളെ പരിഗണിച്ച് കുറവാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കൂടുതൽ അതീവ തീവ്രകരമായിട്ടുള്ള വസ്തുക്കൾ ഈ ഗണത്തിലുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓരോ ലിസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതീവ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന ബ്യൂട്ടൈൽ ഫിനോൾ പോലെയുള്ള രാസവസ്തുക്കളുണ്ട്. ഒപ്പം പെയിൻറ്റിൻ്റെ പല വിധത്തിലുള്ള പെയിൻറ്റിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്. അത് പലതും തീ പിടിക്കുന്നതാണ്. വാർണിഷുകളുണ്ട്, പോളിഷുകളുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പെയിൻ്റൊക്കെ നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടർപ്പൻറ്റൈൻ, അതും അതീവ തീപിടുത്തത്തിന് സാധ്യതയുള്ള രാസവസ്തുവാണ്. അതും വലിയ തോതിൽ ഈ കപ്പലിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നാഫ്തലീൻ ഗുളികൾ
പോലെയുള്ള പാറ്റ ഗുളികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നാഫ്തലിൻ ഗുളികളുടെയൊക്കെ അസംസ്കൃത വസ്തുക്കളും അതിൻ്റെ സംസ്കരിച്ച രൂപവുമൊക്കെ വളരെ വിഷാംശമുള്ള രാസപദാർത്ഥങ്ങളാണ്. അതും വലിയ തോതിൽ ഈ കപ്പലിൽ സംഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ KSDMA പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റിൽ പറയുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി വസ്തുക്കളുമുണ്ട്. ഇവയോട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രായോഗികമല്ല. കാരണം ഒട്ടനവധി രാസവസ്തുക്കളുണ്ട്. ഇവയുടെയൊക്കെ ഒരു അപകടത്തിൻ്റെ അല്ലെങ്കിൽ അപകടത്തിൻ്റെ തോത് അവയ്ക്ക് വശങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറുകളിലൂടെയും അവയുടെ ഒരു പാക്കിംഗ് നമ്പറുകളിലൂടെയും മാത്രമാണ് നമുക്ക് നിലവിൽ, അല്ലെങ്കിൽ പാക്കിംഗ് കോഡുകളിലൂടെയും മാത്രമാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുന്നത്. അവയുടെ അളവൊക്കെ വളരെ വലുതാണ്. ഈ അളവുകളുടെയൊക്കെ കണക്ക് പറയുമ്പോൾ ഇപ്പോൾ ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന അതിൻ്റെ അപകടശേഷി 6.1/8 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ പാക്കിംഗ്, അതായത് സൂക്ഷിക്കേണ്ട പാക്കിംഗ്, ഏറ്റവും അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളുടെ പാക്കിംഗ് കോഡായിട്ടുള്ള 1 ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് എന്നുള്ളത്, ഒരു കണ്ടെയ്നറിൽ ഒരു ടാങ്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് പറയുന്നു. അങ്ങനെ നിരവധി രാസവസ്തുക്കൾ, ഈ പറയുന്ന എല്ലാ രാസവസ്തുക്കളുടെയും പേര് പോലും നമുക്ക് ചിലപ്പോൾ പറയാൻ കഴിയില്ല. അത്രയധികം അപകടകരമായ രാസവസ്തുക്കൾ ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മുടെ കടലിൽ എത്രത്തോളം ഇത് കടലിനെയും വായുവിനെയും ഒക്കെ മലിനീകരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതമൊക്കെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പക്ഷേ അതൊക്കെ വളരെ വലിയ പഠനങ്ങളിലൂടെ മാത്രം വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്തായാലും അത്യന്തം അപകടകരമായ രാസവസ്തുക്കൾ അത് വലിയ അളവിൽ സംഭരിച്ചിട്ടുള്ള ഒരു കപ്പൽ തന്നെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ വായു, ഇത് കരയിലും കടലിലും ഉണ്ടാക്കാനുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് പഠനങ്ങൾ ഇനി നടക്കേണ്ടത്. നമുക്കറിയാം 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ കപ്പൽ അപകടമാണ്. ഈ 2 കപ്പലുകളിലും അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശങ്കയാകുന്നത്. അതിൽ ഒരു കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതും തീരപ്രദേശങ്ങളിലാകെ ആശങ്കയുണ്ടായതും അത് അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ്. അതിൻ്റെ അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും അടുത്ത കപ്പൽ ഇങ്ങനെ തീപിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലാകട്ടെ ഇതാണ്ട് 99% ഈ അപകടകരമായ രാസവസ്തുക്കളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശങ്ക കൂട്ടുന്നത്. ഏതായാലും ഈ കപ്പലിനെ സംബന്ധിച്ച് ഇപ്പോൾ അത് ഒരു വശത്തേക്ക് ചരിയുന്നുണ്ട്. അത് പൂർണ്ണമായും മുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവുമുണ്ട്. അത് അവിടെ നിന്നുള്ള വിവരങ്ങളാണ് എങ്കിൽ ഈ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വേറെയുണ്ട്. കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കാനുള്ള പ്രത്യാഘാതങ്ങളും ആശങ്കയാവുകയാണ്. പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്.